അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ഈ PN ജംഗ്ഷൻ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ബയസ്ഡ് അറേഞ്ച്മെൻ്റാണ് ഇതിനുള്ളത്. അതായത് പി പാർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ്, N പാർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടാണ്. ഇങ്ങനെ ഒരു PN ജംഗ്ഷൻ ഡയോഡിന് റിവേഴ്സ് ബയസ്ഡ് അറേഞ്ച്മെൻറ്റിലുള്ളതാണ് ഒരു ഫോട്ടോ ഡയോഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഡയോഡിൽ സംഭവിക്കുന്നത് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോട്ടോ ഡയോഡിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിക്കുകയാണ്, Hν എനർജിയുള്ള ഒരു ലൈറ്റ് വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഈ Hν എന്ന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് എനർജീനേക്കാളും ഹൈ എനർജിയാണ്. ഹൈ എനർജിയുള്ള ഒരു ഫോട്ടോൺ വന്ന് ഈ ഫോട്ടോ ഡയോഡിൽ പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡിപ്ലേഷൻ ലെയറിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലേഷൻ ലെയറിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്നു. ഡിപ്ലേഷൻ ലെയറിൽ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണും ഹോളും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാണ് വീണ്ടും. എന്നിട്ട് അത് കറസ്പോണ്ടിങ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് നമുക്ക് കിട്ടും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ. ഇതാണ് ഫോട്ടോ ഡയോഡിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ ഡയോഡിന് അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷനാണ് നടക്കുന്നതെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? തിന്നായിരിക്കണം. അധികം തിക്നെസ് ഉണ്ടാവാൻ പാടില്ല. കാരണം ട്രാൻസിറ്റ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കണം? തിന്നായിട്ട് കെപ്റ്റ് ചെയ്യണം ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ. അതേപോലെ തന്നെ ക്വാണ്ടം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ തിക്കായിരിക്കണം. കാരണം വൈഡായിട്ട് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകുമ്പോഴാണ് ലാർജ് എമൗണ്ട് ഓഫ് ഫോട്ടോണിന് വന്ന് പതിക്കാനും അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയറും അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്തായിരിക്കണം? വൈഡായിരിക്കണം. അപ്പോൾ ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കണം? വൈഡായിരിക്കണം. അതേ സ്ഥാനത്ത് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷനാണ് നടക്കുന്നതെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് തിന്നായിട്ട് കെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കിട്ടാൻ ഡിപ്ലീഷൻ റീജിയൻ വൈഡായിരിക്കണം എന്ന്. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റഡ് ഫോർ ഈച്ച് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അതായത് ഓരോ ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസിനെയാണ് നമ്മൾ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പ്രഷനും തന്നിട്ടുണ്ട്. ഈറ്റ ഈക്വൽ ടു IP/Q ഇൻറ്റു P ഒപ്റ്റിക്കൽ ബൈ Hν ഹോൾ ഇൻവേഴ്സ് എന്നാണ് ഈ ക്വാണ്ടം എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ IP എന്ന് പറയുന്നത് ഫോട്ടോ ജനറേറ്റഡ് കറണ്ടാണ് IP. P ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാലോ വരുന്ന ഫോട്ടോണിൻ്റെ ഒപ്റ്റിക്കൽ പവറാണ്, ഇൻസിഡൻറ്റ് ഒപ്റ്റിക്കൽ പവറാണ് P ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്താണ് ലാംഡ, അതിൻ്റെ എനർജിയാണ് Hν. അപ്പോൾ ഈറ്റ ഈക്വൽ ടു IP/Q ഇൻറ്റു P ഒപ്റ്റിക്കൽ ബൈ Hν ഹോൾ ഇൻവേഴ്സ് വെച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ എഫിഷ്യൻസി ഈറ്റ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നതാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം ലാംഡ വേവ് ലെങ്ത്തിൻ്റെ ഒരു സ്ട്രോങ് ഫങ്ഷനാണ് ആൽഫ എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ ദ വേവ് ലെങ്ത് റേഞ്ച് ഇൻ വിച്ച് അപ്രിഷ്യബിൾ ഫോട്ടോ കറണ്ട് ക്യാൻ ബി ജനറേറ്റഡ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് ഫോട്ടോ കറണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ലാംഡ വേവ് ലെങ്ത് ക്രിട്ടിക്കൽ വേവ് ലെങ്ത്തിനെക്കാട്ടും ഗ്രേറ്റർ ആവുന്ന സിറ്റുവേഷനിൽ ആൽഫ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബാൻഡ് ടു ബാൻഡ് അബ്സോർപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽഫ വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ അത്രയാണ് ക്വാണ്ടം എഫിഷ്യൻസിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ വേവ് ലെങ്ത്തും ക്വാണ്ടം എഫിഷ്യൻസിയും തമ്മിലുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഫോട്ടോ ഡിറ്റക്റ്റേഴ്സിൻ്റെ വേവ് ലെങ്ത്തും ക്വാണ്ടം എഫിഷ്യൻസിയും തമ്മിലുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും അൾട്രാവയലറ്റ് വിസിബിൾ റീജിയനിൽ മെറ്റൽ സെമി കണ്ടക്ടർ ഫോട്ടോ ഡയോഡിനാണ് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കാണുന്നത്. ഇനി സിലിക്കണിന് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കാണാം ഇൻഫ്രാറെഡ് റീജിയനിൽ. അതേപോലെ 1 മുതൽ 1.6 മൈക്രോമീറ്റർ വരെയുള്ളൊരു റീജിയൻ നോക്കുകയാണെങ്കിൽ ജെർമേനിയം, അതേപോലെ GaNAsനൊക്കെ ഹൈ എമൗണ്ട് ഓഫ് ക്വാണ്ടം എഫിഷ്യൻസി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേരിയസ് ഫോട്ടോ ഡിറ്റക്റ്റേഴ്സിൻ്റെ ക്വാണ്ടം എഫിഷ്യൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ളൊരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് റെസ്പോൺസ് സ്പീഡിനെ കുറിച്ചാണ്. എന്താണ് ഈ റെസ്പോൺസ് സ്പീഡ്? അപ്പോൾ റെസ്പോൺസ് സ്പീഡിനെ ലിമിറ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തത് ഡിഫ്യൂഷൻ ഓഫ് കാരിയേഴ്സ്, രണ്ടാമത്തത് ഡ്രിഫ്റ്റ് ടൈം ഇൻ ദ ഡിപ്ലേഷൻ റീജിയൻ, മൂന്നാമത്തത് കപ്പാസിറ്റൻസ് ഓഫ് ദ ഡിപ്ലേഷൻ റീജിയൻ. ഈ 3 ഫാക്ടേഴ്സാണ് റെസ്പോൺസ് സ്പീഡിനെ ലിമിറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്ലേഷൻ റീജിയന് പുറത്ത് ജനറേറ്റ് ചെയ്യുന്ന കാരിയേഴ്സിന് എന്ത് ചെയ്യും, കാരിയേഴ്സ് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഈ ഡിപ്ലേഷൻ റീജിയന് പുറത്ത് ഫോം ചെയ്യുന്ന കാരിയേഴ്സ് ജംഗ്ഷനിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു ടൈം ഡിലേ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ എഫക്റ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് സർഫസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഫോം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഡിഫ്യൂഷൻ ഓഫ് കാരിയേഴ്സ് എന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെ പറയുന്നത് ഡ്രിഫ്റ്റ് ടൈം ഇൻ ദ ഡിപ്ലേഷൻ റീജിയൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കണം ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അധികം വൈഡ് ആവാൻ പാടില്ല. കാരണം എന്താ, അധികം വൈഡായി കഴിഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസിനെ അത് എഫക്റ്റ് ചെയ്യും. കാരണം ട്രാൻസിറ്റ് ടൈമിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്രീക്വൻസി റെസ്പോൺസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അധികം വൈഡ് ആവാനും പാടില്ല, എന്ന് വെച്ച് വൈഡ് ആവുകയും വേണം. അതാണ് ഡിപ്ലേഷൻ റീജിയൻ്റെ പ്രത്യേകത. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്നത് അധികം തിന്നാവാനും പാടില്ല. കാരണം എന്താ, that is depletion region should not be too thin or excessive capacitance C will result in large RC time constant. അപ്പം ഡിപ്ലേഷൻ റീജിയൻ എന്താവാൻ പാടില്ല, ടു തിൻ ആവാനും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മളെന്ത് പറയുന്നത്, ഒരു റെസ്പോൺസ് സ്പീഡ്. അതായത് നല്ല രീതിയിൽ നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ, എഫക്റ്റ് കിട്ടണമെങ്കിൽ, ഫോട്ടോ ഡയോഡിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോട്ടോ ഡയോഡാണ്. അതിൽ ആദ്യം തന്നെ വരുന്നതാണ് പിൻ ഫോട്ടോ ഡയോഡ്, PIN ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ പിൻ ഫോട്ടോ ഡയോഡ്. പിൻ ഫോട്ടോ ഡയോഡിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഇതാ 3 റീജിയൻ കാണാം, P+, I, N+. ഇതും കണക്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ബയസ്ഡ് കോൺഫിഗറേഷനിൽ തന്നെയാണ്. അപ്പോൾ ഈ P+, I, N+, P+ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, പി ടൈപ്പ് സെമി കണ്ടക്ടർ തന്നെയാണ്, പക്ഷെ അത് ഹെവിലി ഡോപ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലസ് സൈൻ ഇട്ടത്. അതേപോലെ N+ഉം N ടൈപ്പ് സെമി കണ്ടക്ടറാണ്, ഹെവിലി ഡോപ്ഡ് ആണെന്നേ ഉള്ളൂ. I എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ലെയറാണ്, I എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇതാണ് ഒരു പിൻ ഫോട്ടോ ഡയോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ സ്ട്രക്ചറാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണിത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഫോട്ടോൺ, HNU എനർജിയുള്ളൊരു ഫോട്ടോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്നു ഡിപ്ലേഷൻ റീജിയനിൽ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഡിപ്ലേഷൻ റീജിയനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺ ഹോൾ പെയർ ഇലക്ട്രോണും ഹോളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് റീജിയനിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് പിൻ ഫോട്ടോ ഡയോഡിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിപ്ലേഷൻ റീജിയൻ എന്ന് പറയുന്നത് വളരെ വൈഡാണ് പിൻ ഡയോഡിൻ്റെ കേസിൽ. പിൻ ഡയോഡിൽ എന്താണ്, ഡിപ്ലേഷൻ റീജിയൻ വളരെ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് പിൻ ഫോട്ടോ ഡയോഡ്.
അപ്പോൾ പിൻ ഫോട്ടോ ഡയോഡിൻ്റെ എക്സാക്റ്റ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു മെറ്റൽ കോണ്ടാക്റ്റ്, അതേപോലെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും. ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഒക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഒക്കെ ഉള്ളത്. പിന്നെ ഈ രണ്ടാമത്തെ ചിത്രം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിൻ ഫോട്ടോ ഡയോഡിൻ്റെ ഈ ഒരു റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലുള്ള അതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് കരിയർ അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒരു പിക്ചറാണ്. ഇത്രയാണ് പിൻ ഡയോഡിൽ നമുക്ക് അറിയാനുള്ള കാര്യം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഫോട്ടോ ഡയോഡാണ്. അതാണ് മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പോൾ ഈ മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫോട്ടോ ഡയോഡിനെ പറ്റി പറഞ്ഞ സെയിം വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ to avoid large reflection and absorption losses when the diode is illuminated through the metal contact, the metal film must be very thin and we use anti-reflection coating. അതായത് ഇതാണ് ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ഫോട്ടോ ഡയോഡിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഉണ്ട്, അതേപോലെ തിൻ സെമി ട്രാൻസ്പെറൻറ്റ് മെറ്റൽ ലെയർന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങും ഈ തിൻ സെമി ട്രാൻസ്പെറൻറ്റ് മെറ്റൽ ലെയറൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? റിഫ്ലക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ലോസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്, ഇത് UV വിസിബിൾ റീജിയനിലാണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ UV വിസിബിൾ റീജിയനിൽ നമുക്കറിയാം ആൽഫ, അതായത് അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് വളരെ ഹൈ ആണ്. അതിൻ്റെ ഓർഡർ 10⁴ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലൊക്കെയാണ് വരിക. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് അബ്സോർപ്ഷൻ ലെങ്ത് എന്ന് പറയുന്നത് 1/α എന്ന് പറയുന്നത് 1 മൈക്രോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങും തിൻ മെറ്റൽ ലെയറൊക്കെ ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള രീതിയിൽ? ലാർജ് എമൗണ്ട് ഓഫ് അബ്സോർപ്ഷൻ നടക്കുന്ന രീതിയിൽ ആ രണ്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡിൽ പറയാനുള്ളത്. അപ്പോൾ മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ ഒറിജിനൽ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഡയോഡാണ്, ഫോട്ടോ ഡയോഡാണ് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെട്രോ ജംഗ്ഷൻ ഡിവൈസ് ഫോംഡ് ബൈ ഡെപ്പോസിറ്റിംഗ് ലാർജ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ഓൺ എ സ്മോളർ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഒരു ലാർജ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറും സ്മോളർ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഹെട്രോ ജംഗ്ഷൻ ഡിവൈസാണ് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വാണ്ടം എഫിഷ്യൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ജംഗ്ഷൻ മുതൽ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം എഫിഷ്യൻസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ക്രിട്ടിക്കലി ഓൺ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ജംഗ്ഷൻ ഫ്രം ദ സർഫസ്. കാരണം എന്താ പറയുന്നത്? ലാർജ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ വിൻഡോ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഒപ്റ്റിക്കൽ പവർ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? ക്വാണ്ടം എഫിഷ്യൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡിസ്റ്റൻസ് ഫ്രം ദ ജംഗ്ഷൻ ടു സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു പോയിന്റ് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് യുണീക്ക് മെറ്റീരിയൽ കോമ്പിനേഷൻ സോ ദാറ്റ് ക്വാണ്ടം എഫിഷ്യൻസി ആൻഡ് റെസ്പോൺസ് സ്പീഡ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ഫോർ എ ഗിവൺ ഒപ്റ്റിക്കൽ സിഗ്നൽ വേവ് ലെങ്ത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയലിൻ്റെ യുണീക്ക് മെറ്റീരിയലിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ക്വാണ്ടം എഫിഷ്യൻസിയും റെസ്പോൺസ് സ്പീഡൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ യുണീക്ക് മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷനായിട്ട് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൽ. അടുത്തൊരു ടൈപ്പ് ഫോട്ടോ ഡയോഡാണ് അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ APD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 4 റീജിയൻ കാണാൻ പറ്റും: P+, I, P, N+. ഇത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ അവലാൻഷെ ഫോട്ടോ ഡയോഡിൽ ഈ പി പ്ലസും എൻ പ്ലസും എന്താണ്, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പാണ്. അതേപോലെ ലൈറ്റ്ലി ഡോപ്ഡ് പി ടൈപ്പാണ് പി എന്ന് മാർക്ക് ചെയ്തത്. ഐ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റീജിയനാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഫോട്ടോണ് ഈ ഫോട്ടോ ഡയോഡിൻ്റെ മുകളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇൻട്രിൻസിക് റീജിയൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇൻട്രിൻസിക് റീജിയനിൽ എന്ത് ചെയ്യും, ഈ ഫോട്ടോണ് അവിടെയുള്ള ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ഹോൾ പെയറിന് ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും ഈ ഡിപ്ലീഷൻ റീജിയനിൽ വെച്ചിട്ട്. അതിൻ്റെ ഫലമായിട്ട് ആ ഇലക്ട്രോൺ ഹോൾ പെയർ ഇലക്ട്രോണും ഹോളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഹോൾ പി പ്ലസ് റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ പി റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പി റീജിയനിലെത്തുന്ന ഇലക്ട്രോണിന് അവിടെ വെച്ചും ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. ഹൈ ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നു. ഈ പി എൻ പ്ലസ് റീജിയനിൽ അവിടെ പി റീജിയനിലേക്ക് എത്തിയ ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നു, ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ടാവും, ഈ ഇലക്ട്രോണിന് ഒരു സഫിഷ്യൻ്റ് എനർജി കിട്ടും ടു പ്രൊഡ്യൂസ് സെക്കൻഡറി ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് പാത്ത്. അതായത് പി റീജിയനിലെത്തിയ ഇലക്ട്രോണിന് ഒരു സഫിഷ്യൻ്റ് എനർജി കിട്ടുകയാണ് എന്തിനു വേണ്ടിയിട്ട്, സെക്കൻഡറി ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെക്കൻഡറി ഇലക്ട്രോണിനും എന്തുണ്ടാവും, ഒരു ഹൈ സഫിഷ്യൻ്റ് എനർജി കിട്ടും ടു ജനറേറ്റ് വൺ മോർ ഇലക്ട്രോൺ ഹോൾ പെയർ. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു അനദർ ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്തത് എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് വഴിയാണ് ഫോം ചെയ്തത്. അതായത് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് വഴി എന്ത് ഫോം ചെയ്യുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവലാൻഷെ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ APD വിളിക്കുന്നത് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ എ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഇനേബിൾ അവലാൻഷെ മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ഇൻറ്റേർണൽ കറണ്ട് ഗെയിൻ കിട്ടും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ APD അതായത് അവലാൻഷെ ഫോട്ടോ ഡയോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവലാൻഷെ നോയ്സ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ അവലാൻഷെ നോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയണൈസേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ റേഷ്യോനെയാണ് ഈ അവലാൻഷെ നോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ആൽഫ പി ബൈ ആൽഫ എന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ പി ബൈ ആൽഫ എൻ സ്മോൾ ആണെങ്കിൽ അവലാൻഷെ നോയ്സ് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ഇനി ആൽഫ പിയും ആൽഫ എന്നും ഈക്വലാണ് എന്താ സംഭവിക്കുക എന്നറിയോ, ഈച്ച് ഇൻസിഡൻറ്റ് ഫോട്ടോ കാരിയർ റിസൾട്ട് ഇൻ 3 കാരിയേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ റീജിയൻ. മൾട്ടിപ്ലിക്കേഷൻ റീജിയനിൽ ഓരോ ഇൻസിഡൻറ്റ് ഫോട്ടോ കാരിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കാരിയേഴ്സ് ഉണ്ടാവും. എപ്പോൾ, ആൽഫ പി ഈക്വൽ ടു ആൽഫ എൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ. അതായത് ഒരു പ്രൈമറി കാരിയറും ഉണ്ടാവും, സെക്കൻഡറി ഇലക്ട്രോൺ ഹോൾ പെയറും ഫോം ചെയ്യും. അതേ സ്ഥാനത്ത് ആൽഫ പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ആൽഫ പി അല്ലെങ്കിൽ ആൽഫ എന്നോ 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈച്ച് ഇൻസിഡൻറ്റ് ഫോട്ടോ കാരിയർ ക്യാൻ റിസൾട്ട് ഇൻ ലാർജ് നമ്പർ ഓഫ് കാരിയേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ റീജിയൻ. അപ്പോൾ ഏതെങ്കിലും ഒരു അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫോട്ടോ കാരിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് കാരിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലിക്കേഷൻ റീജിയനിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവലാൻഷെ നോയ്സ് എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഫോട്ടോ ഡയോഡ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ അവലാൻഷെ നോയ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സിന് ആൽഫ പിയും ആൽഫ എന്നും തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉള്ള സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് അവലാൻഷെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്നത് നോയ്സ് ഫാക്ടർ എഫിനുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. F is equal to m into alpha p by alpha n plus 2 minus 1 by m into 1 minus alpha p by alpha n എന്ന് പറയുന്ന ഇക്വേഷനാണ് നോയ്സ് ഫാക്ടർ. ഇതിൽ m എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്, ആൽഫ പിയും ആൽഫ എന്നും അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ്.
അപ്പോൾ ഇതിൽ രണ്ട് കണ്ടീഷൻ പറയാണ്. ആൽഫ പി ഈക്വൽ ടു ആൽഫ എൻ ആണെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോയ്സ് ഫാക്ടർ എന്തിന് ഈക്വലൻ്റ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിന് ഈക്വലൻ്റ് ആവും. രണ്ടാമത്തെ കേസ് ആൽഫ പി ബൈ ആൽഫ എൻ 0 ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് കിട്ടും ലാർജ് എം വാല്യൂവിന് നോയ്സ് ഫാക്ടറിൻ്റെ വില 2 കിട്ടും. ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നോയ്സ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഒരു സിലിക്കൺ അവലാൻഷെ ഫോട്ടോ ഡയോഡിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ക്വാണ്ടം എഫിഷ്യൻസിയും വേവ് ലെങ്ത്തും തമ്മിലൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോട്ടോ ഡയോഡ് ഇത്രയാണ് പഠിക്കാനുള്ളത്.